नमस्कार, आवाज इंडिया में आप सभी का स्वागत है। मैं हूं सीमा। कांग्रेस सांसद शशि थरूर ने गुरुवार को पार्टी नेतृत्व से अपने मतभेद को लेकर पहली बार खुलकर बयान दिया है। उन्होंने कहा है कि उनकी राय टॉप लीडरशिप से अलग है और कुछ असहमति पहले से ही सार्वजनिक है। थरूर ने साफ कहा, इन बातों को पार्टी के भीतर ही सुलझाना बेहतर होगा। उन्होंने नीलांबुर उपचुनाव में प्रचार न करने पर भी सफाई दी। मुझे बुलाया ही नहीं गया। थरूर बोले, मैं 16 साल से कांग्रेस के साथ वफादार हूं। मतभेद हैं तो बातचीत से हल होंगे। उन्होंने ये भी कहा कि पार्टी, इसके मूल्य और कार्यकर्ता उनके लिए आज भी उतने ही प्रिय हैं। जब उनसे ये पूछा गया कि मतभेद किससे है, हाईकमान या प्रदेश नेतृत्व से, तो उन्होंने बात को टाल दिया। थरूर ने कहा, आज चुनाव का दिन है, ये चर्चा का समय नहीं। उन्होंने माना कि मीडिया में उनके मतभेद छप चुके हैं, अब इसे छिपाना मुश्किल है। नीलांबुर उपचुनाव को लेकर कहा, हमारे कार्यकर्ताओं ने मेहनत की है और मैं उनके प्रयासों का नतीजा देखना चाहता हूं। उन्होंने कांग्रेस उम्मीदवार आरिदन शौकत की जीत की उम्मीद जताई। थरूर के इस बयान से पार्टी के अंदरूनी हालात एक बार फिर से चर्चा में है। പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ, തിരക്കുള്ള ഒരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഉദാഹരണം, വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത്, സൗകര്യം നോക്കാം. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും കോൺഗ്രസിന്റെ മൂല്യങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ എനിക്ക് ഭയങ്കര അടുപ്പമാണ്. ഞാൻ 16 വർഷമായിട്ട് ഇപ്പോൾ നമ്മളുടെ പാർട്ടി പ്രവർത്തകരൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് അവരുടെ കഴിവ്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഐഡിയലിസം എല്ലാം ഞാൻ കണ്ടതാണ്. അപ്പൊ എനിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാപനമായിട്ടോ കോൺഗ്രസ് പ്രവർത്തകര് മനുഷ്യന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും അവരൊപ്പമുള്ള സ്നേഹവും സൗഹാർദ്ദത്തെയും കുറിച്ച് നിങ്ങൾ ആർക്കും ഒരു സംശയവും വേണ്ട. അത് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതില് പല കാര്യങ്ങൾ പിന്നെ പബ്ലിക്ലി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിയുടെ അകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത്. ഇന്ന് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഉള്ള ദിനമല്ല. ഇന്ന് ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ എന്റെ സുഹൃത്തായ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും എന്റെ പാർട്ടി പ്രവർത്തകർ ചെയ്ത ശേഷം അവരുടെ പ്രവർത്തനത്തിൽ നല്ല റിസൾട്ട് കാണുന്നു.